ശ്രീ അനിൽ ബോസ് നമുക്കൊപ്പം ചേരുന്നു, കോൺഗ്രസ് പ്രതിനിധി. ശ്രീ അനിൽ ബോസ്, നോക്കൂ, ഇവിടെ ഇപ്പോ ഈ മുന്നണികൾക്കിടയിൽ പ്രാദേശികമായി ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ തന്നെ ഏറ്റുമുട്ടിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണി യോഗം ചേരുന്നത്. എങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരായ സമര മാർഗങ്ങളുമായി മുന്നോട്ട് പോകാം എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട അജണ്ട. ഒപ്പം തന്നെ മുന്നണിയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതും ആ യോഗത്തിന്റെ അജണ്ടകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു. 5 സുപ്രധാന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് യോഗം പിരിഞ്ഞത്. DMK വിട്ടുനിന്നു എങ്കിൽ പോലും 25 പാർട്ടികളെ ഒരുമിപ്പിക്കാൻ ആയി എന്ന ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കൂ, അവിടെ നടന്ന ചർച്ചകൾ എങ്ങനെ പുറത്തു വന്നു? രാഹുൽ ഗാന്ധിയാണ് ആദ്യം അവിടെ നടന്ന ചർച്ചകൾ അതിന്റെ ഓഡിയോ പുറത്തുവിടുന്നത്. അതിനുശേഷം AICC അത് റീട്വീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നീട് അതിന്റെ ടെക്സ്റ്റ് പുറത്തുവിടുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്കുള്ളിൽ നടന്ന ചർച്ചകൾ ഈ രീതിയിൽ പരസ്യപ്പെടുത്തുന്നത് എന്താണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത്? എന്ത് ഫലമാണ് അത് നൽകുന്നത്? ഇവിടെ ആലിംഗന വിവാദം, നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്തു, പിണറായി വിജയനെ ആലിംഗനം ചെയ്യുന്നില്ല. അതാണല്ലോ പ്രധാനപ്പെട്ട പോയിന്റ്. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ സമീപനങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയാത്തത്? ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത CPM പ്രതിനിധി പറഞ്ഞു, ആരെങ്കിലും പറയുന്നത് കേട്ട്, നേതാക്കൾ ഓതിക്കൊടുക്കുന്നത് കേട്ട് പ്രസംഗിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. അല്ല, അത് അദ്ദേഹത്തിന്റെ തെറ്റായ വ്യാഖ്യാനമാണ്. ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കേരളത്തിലേക്ക് വരുമ്പോൾ, അത് രാഹുൽ ഗാന്ധിയല്ല മറ്റൊരു നേതാവാണെങ്കിലും വരുമ്പോൾ, ഇവിടുത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പിനോട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചോദിക്കും. പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ബോധ്യപ്പെടുകയും അതിനനുസരിച്ചാണ് സംസാരിക്കുന്നത്. അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുക. അങ്ങനെയാണ് എല്ലാ പാർട്ടികളും എന്നാണ് എന്റെ വിചാരം. അല്ലാതെ എവിടുന്നെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നുള്ളതല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാം കാണേണ്ടത്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരായി രാജ്യം മുഴുവൻ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന സ്ലോഗൻ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു ഭാരത് ജോഡോ യാത്രയുണ്ട്, ഇല്ലേ? ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നവരാണല്ലോ CPM. എന്ത് സമീപനമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച്, ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് സ്വീകരിച്ചത്? കണ്ടെയ്നർ യാത്ര എന്ന് വിളിച്ച് ആക്ഷേപിച്ചതാരാ? കേരളത്തിലേക്ക് കന്യാകുമാരിയിൽ നിന്ന് കടന്നു വരുമ്പോൾ അതിന്റെ യാത്ര തടസ്സപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയതാരാ? BJP ആണോ? അല്ലല്ലോ. അവർക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. ആ പോരാട്ടത്തിൽ 4080 കിലോമീറ്റർ 5 മാസക്കാലം 180 ദിവസം നടത്തിയ ധീരോദാത്തമായ 2ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയൊരു പോരാട്ടം CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള D രാജ അടക്കം ഞങ്ങളെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായ നിരവധി സംഘടനകൾ, പാർട്ടികൾ എല്ലാവരും ഒന്നുചേർന്ന് ഒരുമിച്ച് പങ്കെടുത്ത്, സീതാറാം യെച്ചൂരി അന്നുണ്ടായിരുന്നു, അദ്ദേഹം പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ട് കേരളത്തിലെ നേതൃത്വം സമ്മതിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത്തരമൊരു സമീപനം ആരുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പങ്കെടുക്കേണ്ടത്. അദ്ദേഹം പങ്കെടുക്കുന്നില്ലെങ്കിൽ മിനിമം ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പറെ അയക്കണ്ടേ? അതാ പാർട്ടിയിൽ പൊളിറ്റ് ബ്യൂറോ മെമ്പറെല്ലാം കഴിവില്ലാത്തവരാണോ? സംസാരിക്കാൻ അറിയാത്തവരാണോ? ഇനി പൊളിറ്റ് ബ്യൂറോയിൽ പറ്റില്ല എങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊരാളെ അയക്കണ്ടേ? എന്തേ അയച്ചില്ല? കേരളത്തിലെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ എന്തിനാ അയച്ചത്? ഇന്ത്യ സഖ്യത്തിന്റെ നേതൃയോഗത്തിൽ കേരളത്തിലെ CPMന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണോ പോയി പങ്കെടുക്കേണ്ടത്? അപ്പൊ ഇവർക്ക് ഉത്തരവാദിത്തമില്ല. അതിന്റെ സാഹചര്യം എന്താണ് എന്നത് CPM ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നല്ലോ. വിട്ടുനിൽക്കാനുള്ള ഉൾപ്പെടെയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഒരു പ്രതിനിധി അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതൊരു യോജിപ്പിന്റെ സന്ദേശമായിരുന്നു യഥാർത്ഥത്തിൽ. അല്ല, ഒരു യോജിപ്പിന്റെ സന്ദേശമല്ല. എന്ത് യോജിപ്പിന്റെ സന്ദേശം? രാഹുൽ ഗാന്ധിയാണോ പിണറായി വിജയന്റെ വീട്ടിൽ വീണ വിജയന്റെ കേസിന്റെ അടിസ്ഥാനത്തിൽ, അവർക്കെതിരെയുള്ള ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ED അയച്ച രാഹുൽ ഗാന്ധിയാണോ? എന്തുകൊണ്ട് അയക്കുന്നില്ല എന്ന് ചോദിച്ചത് രാഹുലല്ലേ? എന്തുകൊണ്ട് ED അയക്കുന്നില്ല എന്ന് ചോദിച്ചത് രാഹുൽ ഗാന്ധിയല്ലേ? രേണുക, ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കൂ. കേട്ടിട്ട് മറുപടി പറ, അല്ലെങ്കിൽ ചോദിക്കുക. എന്താണെന്ന് കേൾക്കാദ്യം. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി.
വീണ വിജയന്റെ പേരിൽ ഇ.ഡി. വന്ന് കയറുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണ്, വി.ഡി. സതീശൻ പോയി കണ്ടിട്ടാണ് എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ത് സതുദ്ദേശത്തോടു കൂടിയാണ്? എന്ത് സതുദ്ദേശത്തോടു കൂടിയാണെന്ന് ഇവരെ എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകും? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും അഭിപ്രായം ഇവർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്നാണ്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള CPM ലീഡർഷിപ്പുണ്ട്. സോമനാഥ് ചാറ്റർജിയെ പോലെയുള്ള ആളുകളുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ, മനസ്സിലായില്ലേ? അവർ ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ കോൺഗ്രസുമായി സഖ്യം ചേരണമെന്ന് പറഞ്ഞു. ഒന്നാം UPA മോഡൽ. ആ ഒന്നാം UPA മോഡലിൽ നിന്ന് ഇവരെന്തിനാണ് ഇറങ്ങിപ്പോയത്? എന്തിനാണ് ഇവർ ഇറങ്ങിപ്പോയത്? എന്താണ് റിസൾട്ട്? ഇവരിറങ്ങിപ്പോയതിനു ശേഷം രാജ്യത്തുണ്ടായ റിസൾട്ട് എന്താണ്? ഇവരിറങ്ങിപ്പോയതിനു ശേഷം ഉണ്ടായ റിസൾട്ട് BJPക്ക് ഗുണകരമായ രാഷ്ട്രീയം ഉയർന്നു വരികയാണ്. ഇപ്പൊ പറഞ്ഞു അരവിന്ദ് കേജ്രിവാളിന്റെ കാര്യം നിങ്ങൾ ഇവിടെ പരാമർശിച്ചു. അരവിന്ദ് കേജ്രിവാൾ കോൺഗ്രസ് പാർട്ടിയുടെ ഘടകകക്ഷിയൊന്നുമല്ല, ആണോ? അവർ കോൺഗ്രസിനും BJPക്കും എതിരായി BJPയുടെ B ടീമായി തന്നെ പ്രവർത്തിച്ചു വന്നവരാണ്. ഞാൻ ഇപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ ഡൽഹിയിൽ നടന്ന സമരത്തിൽ പോലും ഡൽഹി മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടില്ല. അന്നത്തെ മുഖ്യമന്ത്രി കേജ്രിവാൾ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ അവിടുത്തെ PCC പ്രസിഡന്റ് പരാതി കൊടുത്തു എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ശരിയാണെന്നേ, അതിന് തർക്കമൊന്നുമില്ല. രണ്ട് നയങ്ങളും രണ്ട് സമീപനങ്ങളുമായി പോകുമ്പോൾ തെറ്റായ വഴിയിൽ പോകുന്ന സർക്കാരിന്റെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തുവെങ്കിൽ പോലും പിന്നീട് വന്നിട്ടുള്ള കേജ്രിവാളിനെതിരെ നടന്നിട്ടുള്ള ഒരു വേട്ടയാടൽ, ആ വേട്ടയാടൽ ഉണ്ടായപ്പോൾ ആദ്യം സഹായഹസ്തവുമായി ചെന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എന്തിനാണ് പഞ്ചാബിൽ കഴിഞ്ഞ പാർലമെന്റ് പൊതുതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി കോൺഗ്രസിനെതിരെ മത്സരിച്ചത്? എന്തിനാണ് മത്സരിച്ചത്? സഖ്യമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ സഖ്യമില്ലാതെ മത്സരിച്ചത്? വിശാലമായ വീക്ഷണമാണ് BJPയെ പരാജയപ്പെടുത്താനെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കണം. താല്പര്യങ്ങളാണല്ലോ. അങ്ങനെയാണെങ്കിൽ DMKക്കൊപ്പം മുന്നണിയായി നിന്നിട്ട് എന്തുകൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ TVKക്കൊപ്പം പോയി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ DMKക്ക് ഇപ്പോഴത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. പ്രാദേശികമായ അത്തരം നീക്കുപോക്കുകൾ ഉണ്ടാകും. പ്രാദേശിക രാഷ്ട്രീയമുണ്ട്. അവിടെ മുഖാമുഖം വരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഇവിടെ CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വി.ഡി. സതീശന് പറയാം, എന്തിന് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞോട്ടെ, പക്ഷെ രാഹുൽ ഗാന്ധി എന്തിന് ഈ പരാമർശങ്ങൾ നടത്തുന്നു രാഷ്ട്രീയ വേദിയിലാണെങ്കിൽ പോലും, തെരഞ്ഞെടുപ്പിന്റെ വേദിയിലാണെങ്കിൽ പോലും എന്ന ഒരു ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതാണ്. സഭയിൽ ഇവരുടെ കൂടി പിന്തുണയുള്ള പ്രതിപക്ഷ നേതാക്കളാണ്. അവർ എന്തിനിങ്ങനെ ഒരു ആക്ഷേപം നടത്തുന്നു എന്നൊരു ചോദ്യമല്ലേ അവർ ചോദിക്കുന്നുള്ളൂ. രണ്ട് കാര്യം പറയുമ്പോൾ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഒന്ന്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ കേരളത്തിൽ മത്സരിച്ച് MP ആയ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. അറിയാമോ നിങ്ങൾക്ക്? ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് മറ്റൊരു മുന്നണിക്കെതിരെ മത്സരിക്കുന്ന നേതാവ് മിണ്ടരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ആർക്കാണ് അതിന് അധികാരം? വാട്ട് ഈസ് റൈറ്റ്? അപ്പൊ ചുമ്മാ നമ്മൾ വർത്തമാനം പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു പ്രാദേശികമായിട്ട് വരുന്ന തീരുമാനങ്ങളാണെന്ന്. ആം ആദ്മിക്ക് പ്രാദേശികമായി തീരുമാനമെടുക്കാം. പ്രാദേശികമായ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസ് പാർട്ടിക്കും അതിന്റെ നേതാക്കൾക്കും അഭിപ്രായം പറയാൻ പാടില്ല. അതെന്ത് സന്ദേശമാണ്? എന്ത് രാഷ്ട്രീയമാണ്? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവൊക്കെ തീരുമാനമെടുക്കണോ? നിങ്ങൾ പറഞ്ഞല്ലോ തമിഴ്നാട്ടിൽ DMK എന്നാ ഞങ്ങളുടെ മുന്നണിയിൽ വന്നത്. ഞങ്ങളുടെ മുന്നണിയിലുള്ള പാർട്ടി ആയിരുന്നില്ലെന്നേ. കരുണാനിധി നയിക്കുന്ന DMK ഞങ്ങളുടെ മുന്നണിയിലുള്ള പാർട്ടി ആയിരുന്നില്ല ആ ഘട്ടത്തിൽ. പിന്നീട് UPAയുടെ കാലത്താണ് ഞങ്ങളുടെ ഭാഗമായി മാറുന്നത്. ഞങ്ങളുടെ ഭാഗമായി മാറി. ഞങ്ങൾ നിരുപാധികം പിന്തുണച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ ശക്തമായി നിലപാടെടുത്ത് സ്റ്റാലിൻ നിന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു തർക്കവുമില്ല സ്റ്റാലിനുമായി, ഞങ്ങൾക്കൊരു തർക്കവുമില്ല. പക്ഷെ ഞങ്ങളും DMKയും ചേർന്ന് മത്സരിച്ച മുന്നണി അവിടെ പരാജയപ്പെട്ടു. പകരം TVK ജയിച്ചു, വിജയ് ജയിച്ചു. വിജയ് എന്ന് പറയുന്നയാൾ 2008-2009 കോൺഗ്രസിൽ ചേരാൻ വരികയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുകയും ശ്രീ രാഹുൽ ഗാന്ധി പ്രപ്പോസ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. മുന്നോട്ടുള്ള യാത്രകളിൽ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ റാലിയിൽ അപകടമുണ്ടായ സന്ദർഭത്തിലും ആദ്യം സഹായവുമായി എത്തിയത് ശ്രീ KC വേണുഗോപാലും ശ്രീ രാഹുൽ ഗാന്ധിയുമാണ്. രാഷ്ട്രീയത്തിനപ്പുറമാണ് ഞങ്ങളുടെ ഇടപെടൽ. ഒറ്റ സെക്കൻഡ് ഇത് പൂർത്തിയാക്കാൻ എനിക്ക് സമയം തരണം. ഇപ്പോൾ ഇവിടെ TVK ജയിച്ചു. ഞങ്ങളുടെ ശത്രുവല്ലാത്ത ഞങ്ങളുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന BJPയെ അതിശക്തമായി എതിർക്കുന്ന വിജയ് ജയിച്ചു വരികയും അയാൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. DMKയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ
AIDMK ഭിന്നിപ്പുണ്ടാക്കി BJP പുതിയ ചൂതാട്ട രാഷ്ട്രീയം നടത്തുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ നിലവിലുള്ള മുന്നണിക്ക് കഴിയില്ല എങ്കിൽ BJPക്ക് അധികാരം കൊടുക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണം? അത് ഞങ്ങൾ പുറംവാതിലൂടെയോ ഒളിച്ചോ അല്ല പോയത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം P. ചിദംബരം വളരെ കൃത്യമായി നേരിട്ട് സ്റ്റാലിനെ ഈ വിവരം അറിയിച്ചിരുന്നതാണ്. അല്ലെന്ന് അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമായി അറിയിച്ചിട്ട് പറഞ്ഞു BJPക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് TVK പിന്തുണയ്ക്കണം. വിജയ് നമ്മളോട് സഹകരിച്ചു പോകുന്ന ആളാണ്. മറ്റൊന്നുകൂടി നിങ്ങളോട് അറിയാൻ ഞാൻ പറയുകയാണ്. TVK എന്ന് പറയുന്ന പാർട്ടിയുമായി മുന്നണി സഖ്യമുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന തീരുമാനവും ആഗ്രഹവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നേരത്തെ പ്രതിപാദിച്ചതുപോലെ അവിടുത്തെ സംസ്ഥാന ഘടകം, അവിടുത്തെ PCC പ്രസിഡന്റും CLP ലീഡറും അടങ്ങുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു ആ സഖ്യം തന്നെ തുടരുന്നതാണ് നമുക്ക് നല്ലത്. വിജയ് എന്ന് പറയുന്നയാൾക്ക് അത്രയും ജനപിന്തുണയില്ല എന്ന് പറഞ്ഞു. പക്ഷെ രാഹുൽ ഗാന്ധി അത് തിരിച്ചറിഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞിരുന്നു, KC വേണുഗോപാൽ തിരിച്ചറിഞ്ഞിരുന്നു, കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരുന്നു, ഇന്ത്യ സഖ്യ നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് ആ സഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസിന് അവിടെ 5 MLA എന്ന് പറയുന്നത് 50 MLA-മാരായി മാറുമായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ കാണേണ്ടത് എന്താണ് വിശാല മനസ്കത, മുന്നണിയിലെ വിശാല മനസ്കത എന്ത് എന്ന് നമുക്ക് തമിഴ്നാട് പാഠമാണെന്നേ. അവിടെ വിജയുടെ പാർട്ടിക്ക് ഇപ്പോൾ ഒരു രാജ്യസഭാംഗത്തെ ഏകപക്ഷീയമായി തീരുമാനിക്കാമെന്നിരിക്കെ ഞങ്ങൾ ചോദിക്കാതെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾക്ക് വിട്ടുതന്ന ആളാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. മനസ്സിലാക്കണം. ഞങ്ങൾക്ക് 5 MLA-മാരേ ഉള്ളൂ, തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ? ഒരു മിനിറ്റ്, ഇനി വന്നില്ലേലും എനിക്ക് കുഴപ്പമില്ല. അത് ആളുകൾ അറിയേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾ 20 വർഷക്കാലം പിന്തുണച്ച് മുന്നണിയിലിരുന്ന DMK ഞങ്ങൾക്കൊരു ബോർഡ് തന്നിട്ടില്ല, ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ തന്നിട്ടില്ല, ഞങ്ങൾക്കൊരു മന്ത്രി തന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടായപ്പോൾ DMKക്ക് മന്ത്രിസ്ഥാനം അവർ ഡിമാൻഡ് ചെയ്ത് കൊടുത്തവരാണെന്ന്. ആ മുന്നണി മര്യാദ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ TVK പിന്തുണച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയായ BJP ഒഴിവാക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെ പകരം ചോദിക്കുമ്പോൾ നേരും നെറിയുടെയും നന്മയുടെയും കൊടുക്കൽ വാങ്ങലിന്റെയും രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിൽ DMK പലപ്പോഴും പരാജയപ്പെട്ടപ്പോഴും ഞങ്ങൾ DMKയോട് സഹകരിച്ച് നിന്നതും ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അവരെ മന്ത്രിയാക്കിയതും ഞങ്ങളുടെ മര്യാദയാണ്. തിരിച്ചാ മര്യാദ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പൊതുശക്തിയെ എതിർക്കാൻ ഞങ്ങൾ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഞങ്ങൾക്ക് DMKയോട് അഭിപ്രായ വ്യത്യാസം ഇല്ല. അവരും സഹകരിച്ച് നിൽക്കണം, BJP ചെറുക്കാൻ എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതിനൊന്നും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇവരുടെ ഈ പറയുന്ന പരാമർശങ്ങളോട് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് പാർലമെന്റിന്റെ അകത്ത് നടത്തിയ ഞങ്ങളുടെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആലിംഗനം ചെയ്തിട്ടുള്ളത് മോദിയെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.